ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളാൻ അമ്മയോട് ആരാ പറഞ്ഞത്? അമ്മ എന്റെ അടുത്ത് കയറാൻ പാടില്ല. നീ പോടാ, എന്നോട് കയറെന്ന് പറയാ. നീ ആരടാ? ഇതെന്റെ കുട്ടിയുടെ കല്യാണം, ഞാനിവിടെ കയറൂടാ. അമ്മയുടെ ഉങ്കും ഭാവമൊക്കെ അങ്ങ് വീട്ടില്. കുട്ടി നമ്മുടേതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. ഈ കല്യാണം നടത്തി തരുന്നത് ഈ നിൽക്കുന്ന 500 മുതലാളിയാ. മുതലാളിയോട് വിരോധവും ശത്രുത ഉള്ളവരൊന്നും ഇതിനകത്തേക്ക് ഞങ്ങൾ കയറ്റി വിടുന്ന പ്രശ്നമില്ല. മുതലാളി കാര്യവും ഞങ്ങളുടെ അമ്മയാ. പക്ഷെ ഇപ്പോ ഞങ്ങളെ സഹായിക്കാൻ വന്ന മുതലാളിയാ ഞങ്ങൾക്ക് വലുത്. മുതലാളിയോട് വൈരാഗ്യമുള്ളവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാ, അല്ലേ? അതെ അതെ. ആ കേട്ടല്ലോ, ചേട്ടന്മാര് പറഞ്ഞത് കേട്ടല്ലോ. ഇനി അമ്മയ്ക്ക് കല്യാണം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ മുതലാളിയോട് ചോദിക്കും. ആ കാലയിൽ വീണ് മാപ്പി ചോദിക്കും. മടിക്കണ്ട, എന്ത് ചോദിച്ചാലും നടത്തി തരുന്ന ആളായി നിൽക്കുന്നത്. കാലം കുറെ ആയില്ലേ ഈ പകയും വൈരാഗ്യമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. എന്നിട്ട് എല്ലാം മറന്ന് മാപ്പാക്കണമെന്ന് പറ. മാപ്പ് പറയാതെ അമ്മേന്റെ അകത്ത് കയറിപ്പറ്റാന്ന് വിചാരിക്കണ്ട. അപ്പോഴേ മാപ്പ് ചോദിക്കാനാണെങ്കിലും മടങ്ങിപ്പോയാനാണെങ്കിലും ഒന്ന് വേഗം വേണം. മുഹൂർത്തം ആകാറായി. നിക്കേ ബലരാമ, വേണ്ട. എന്റെ മുമ്പിൽ ഇപ്പൊ ഈ വീണ് കണ്ട കണ്ണുനീര് മതി. ഇത്രയും കാലം ഇവർ ചെയ്തതൊക്കെ എനിക്ക് മറക്കാൻ. കെരിയിരുത്തവരെ. പിന്നെ എനിക്കിപ്പോ തോൽപ്പിക്കേണ്ടത് ഇവരെയൊന്നുമല്ല, അവനെയാ, അവനെ. അമ്മയെ കൊണ്ട് അയാളോട് മാപ്പ് ചോദിപ്പിക്കാൻ നീ ആരാ? പട്ടി കൊല്ലുവടാ നിന്നെ, ഞങ്ങളിന്ന് കൊല്ലും. ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒടുക്കത്തെ ശക്തി മാത്രമേ ഒട്ടും ബുദ്ധിയില്ലെന്ന്. ഞാൻ അമ്മയെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ 500 അറിയുമായിരുന്നില്ലേ? ബാലരാമേട്ടൻ അറിയുമായിരുന്നില്ലേ? പിന്നെ എന്താകുമായിരുന്നു സ്ഥിതി? ഇപ്പൊ അമ്മയ്ക്ക് കല്യാണം കാണാൻ പറ്റി, അമ്മ തമ്മിൽ അടിക്കാൻ കാണാൻ പറ്റിയ? അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയല്ലേ? അമ്മ കരഞ്ഞത് 500 മുമ്പിൽ തോറ്റിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? അത് അമ്മയുടെ അവസാനത്തെ അടവല്ലേ? അതിന്റെ മുമ്പിൽ തോറ്റത് 500 അമ്മയാണോ? നമ്മളിവിടെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാനുണ്ട്. അവന്മാർക്ക് എന്തെങ്കിലും സംശയം തോന്നും. നമുക്ക് അങ്ങോട്ടിയല്ല, വാ വാടാ. രാമഭദ്ര, പാത്രം മായൻകുട്ടി, പാത്രം ഒച്ചെടുക്കില്ലെന്ന്. നിക്കവിടെ. ഇതെന്താ ഈ നേരത്തെ? ഇവിടുന്ന് വാടകയ്ക്ക് കൊണ്ടുപോയിട്ടോ തമ്പ്ര. എന്താ തിരിച്ചു വേണ്ടേ? ബലരാമ നോക്കടാ. വേണ്ട ബലമേട്ട, ഞാൻ നോക്കിക്കോളാം. അവന്മാർ ഏതൊക്കെ വേഷത്തിൽ എപ്പോഴൊക്കെ വരുമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങോട്ട് മാറി എല്ലാവരും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി, ഞാൻ നോക്കാം. ഇത് കുഴപ്പമില്ല, പോട്ടെ. അടുത്തു വാ. ഇത് കുഴപ്പമില്ല, പോട്ടെ. നെക്സ്റ്റ്. സോറി, അല്പം ലേറ്റായി പോയി. എല്ലാം ഓക്കെയാണ്. ബഹളം ഉണ്ടാക്കല്ലേ? ഞാനാണ് വീരഭദ്രൻ, ഞാനാണെന്ന് ബഹളം ഉണ്ടാക്കല്ലേ? നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ? രാമഭദ്ര, അയ്യോ രാമഭദ്ര, നിങ്ങൾ ബഹളത്തിൽ കിടക്കരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നു. ആദ്യം നീ ആ ചെറുക്കൽ ഇങ്ങനെ കൊണ്ടുപോവാ, എന്നിട്ട് വേണമെങ്കിൽ തുടങ്ങാൻ. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഇറക്കി താഴെ വെക്കില്ലേ? ഡ്രസ് ഒക്കെ മാറ്റി മുണ്ട് മുണ്ട് പിടിക്കേണ്ടി പോണേ. ഇത് ആവശ്യം വന്നാൽ ഇനി തലയിൽ വെക്കാലോ. ഒന്നുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടാ, നിന്നെ കണ്ടു നീ എന്റെ കാലക്കേട്. ഡോക്ടറെ, ഹലോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ വീര? വന്നേ പറയാം. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇതുവരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത. അയ്യോ ഡോക്ടർ പേടിക്കണ്ട, ധൈര്യം തരാനല്ലേ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത്. അല്പം ധൈര്യം ആകാമല്ലോ അല്ലേ? എന്ത് സ്മോള്? അയ്യോ വേണ്ട, ഞങ്ങളൊക്കെ അല്പം അടിച്ചിട്ടുണ്ട്. അല്പം സ്വല്പം അടിക്കാതെ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? അയ്യോ ഞാൻ ഭൂമിയൊക്കെ ഇങ്ങോട്ട് വിടാം, ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളൂ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ടെന്നേ പറയാവൂ, അല്ലെങ്കിൽ വെയിറ്റ് പോവും. പക്ഷെ പുള്ളി നിർബന്ധിക്കും വായിക്കോ. ചെല്ല് അങ്ങോട്ട് ചെല്ല്. നീ ഇതെവിടെ പോയിരുന്നു? ഒന്നുമില്ല, വെറുതെ. എന്താ? ഒരു പ്രശ്നമുണ്ട്. അയ്യോ ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ? നമ്മുടെ പയ്യനെ ചെറിയൊരു പ്രശ്നം, പേടിച്ചിട്ടാണ്. വയറിന് അയാൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന്. അയ്യേ, ഈ സമയത്താണ് ഇവർ വൃത്തികളൊക്കെ പോകുന്നത്? ഈ സമയത്ത് പോയില്ലെങ്കിലാണ് വൃത്തിയിടാവുന്നത്. ചേട്ടൻ അയാൾക്ക് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നിനക്കങ്ങ് ചെയ്തോടെ? ഞാൻ പോയിട്ട് തിരിച്ചു പോകുന്നതാണ്. അവിടെ മുഴുവൻ പെണ്ണുങ്ങളാണെന്ന്. ചേട്ടൻ ഞാൻ പെണ്ണുങ്ങളൊക്കെ ഒന്ന് മാറ്റിയേ. പിന്നെ പയ്യൻ വേണ്ടാന്നേ പറയൂ, പക്ഷെ ചേട്ടൻ അറിഞ്ഞ് ചെയ്തോളണം. ചെല്ല്. ഇത് വലിയ കഷ്ടമായിട്ട്.
നീ വന്നേ. അയ്യോ ഇപ്പൊ വേണ്ട. അതൊക്കെ ഇപ്പൊ പറയും, കുറച്ചുകൂടെ കഴിയുമ്പോൾ കൂടുതൽ ടെൻഷനാവും. എനിക്ക് ടെൻഷനൊന്നുമില്ല. എന്താ ഒന്നുമില്ല, വാ. വേറെ ആര് പറയാ ഞാൻ നോക്കിക്കൊള്ളാം. പേടിക്കാതെ വാ, വന്നേ. അയ്യോ ചേട്ടാ വേണ്ട, ഇവിടെ നിറച്ച് പെണ്ണുങ്ങളാണല്ലോ. അതിനിപ്പോ എന്താ, ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണോ? അവരൊക്കെ ഞാൻ മാറ്റിത്തരാം. വാ. എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഒന്നിറങ്ങി. പെട്ടെന്ന് ഇറങ്ങി. ഇതിനകത്തേക്ക് എറിക്കൂ. വെള്ളവും കാര്യങ്ങളും ഒക്കെ റെഡിയാ. ഞാൻ പുറത്ത് തന്നെ നിന്നോളാം. അയ്യോ ചേട്ടൻ വരുന്നില്ലേ? എന്തിന്? ഒരു കമ്പനിക്ക്. അയ്യേ, പേടി വന്ന മനുഷ്യൻ ഇങ്ങനെയുണ്ട്. അത് കയറി. എന്താ കാര്യം? ഏയ് എന്താ ഇവിടെ നിന്ന് കളിക്കാതെ അങ്ങനെയല്ലേ? നീ അവനെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കാവല് നിൽക്കണോ? ഇത്ര പകുതിയില്ലാതായാലും എങ്ങനെയാ? അവിടെ മുഹൂർത്തത്തിന് സമയമായി, ആളുകളിടുന്ന് ബഹളം ഉണ്ടാകും. അതിന് ഇനിയും സമയമുണ്ടല്ലോ. അവന് സമാധാനമായിട്ട് പോയിട്ട് വരട്ടെ വക്കീലേ. അതിന് നിന്റെ ചേട്ടനും മറ്റുള്ളവരും എന്നെ അവിടെ നിർത്തണില്ല. നീ അങ്ങോട്ട് ചെന്ന് അവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഞാൻ ചെക്കനെ വിളിച്ചോണ്ട് വരാം. ചെല്ലേ. എടാ ബാല, എന്തൊരു ഇരിപ്പ, മുഹൂർത്തത്തിന് സമയമായി. നേരം കുറെ ആയല്ലോ, ഒന്നും കൂടെ ഇറങ്ങി വാ. ഇവനിതിവിടെ പോയി. നല്ല കനുണ്ട്. കണ്ണാടി കൊള്ളാല്ലേ? നീ ഇപ്പൊ ആളെ നോക്ക്. ചേട്ടാ പോലെ പണിയുണ്ട്. കൊണ്ടുപോവാ. പിന്നിൽ നിന്റെ പിന്നിൽ കുട്ടപ്പനുള്ള എന്തേ താഴെ പോയിട്ടാ. വണ്ടി പോട്ടെ. ചെറുക്കനെ വിട്ടേ. ബഹളമുണ്ടാക്കാതെ അവർ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവന് വയറ് നല്ല സുഖമില്ലേ? ഇത് വെച്ച് മുഖം മറക്കേ. വാ ചേട്ടാ അവൻ ഇതുവരെ വന്നിട്ടില്ല. പേടിച്ചിട്ടിട്ട് വരാതിരിക്കുവോ? ഏയ്, അവൻ വരും, കൃത്യമായിട്ട് വരും. ഇവിടെ കെട്ട് നടക്കുമ്പോ പുറത്ത് വെട്ട് നടക്കും. മുഹൂർത്തായി മേളം നോക്കട്ടെ. ഇമാം ധ്വമിന്ദ്രമേദ്ഗസ്സുപുത്രാകും ദുപകാരം ഗുരം ദശാസ്യാം പുത്രാണാദേഹി പതിമേകാദസംഗ്രഥീ സർവമംഗളമാംഗല്യേ ദ്വേ സർവാർത്ഥദാതകേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. താലി വാങ്ങിക്കേ. ചേട്ടാ നമ്മളെ പിടിക്കണ്ട. 500 പിടിക്കട്ടെ, എന്നിട്ട് അയാളെ മക്കളും തമ്മിൽ തല്ലി ചാകട്ടെ. നമ്മളിത് ഇടപെടണ്ട.
നീങ്ങാവട്ടെ, നീങ്ങാൻ. മാറ. നിങ്ങളുടെ എവിടുത്തെ അഞ്ഞൂറാനാണ്? നിങ്ങളുടെ മകൻ വന്ന് കണ്ടില്ലേ താലി കെട്ടാൻ? കൊല്ലടോ അവനെ, കൊല്ല്. ബലരാമ, വേണ്ട, ആരും വേണ്ട, ഞാനിവിടെ കെട്ടുന്നില്ല. ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല ഇവരീ നടന്നെന്ന് ഇപ്പൊ അച്ഛന് ബോധ്യമായില്ലേ? നമ്മൾ അച്ഛനും മക്കളും കൊന്നും ചത്തും തീരണം, അത് മാത്രമായിരുന്നു ഇവരുടെ ഉള്ളിൽ. ഇതൊന്ന് അച്ഛനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. അല്ലാണ്ട് അച്ഛനെ തോൽപ്പിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനോ അല്ല. മാലു, എന്നോട് ക്ഷമിക്കണം. ഒരിക്കൽ എന്റെ അച്ഛനായിട്ട് നിന്റെ ഒരു കല്യാണം മുടക്കി. ഇപ്പോ ഞാനായിട്ടും എന്റെ അച്ഛനെ തോൽപ്പിച്ചിട്ട് നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് പറ്റില്ല. അതുപോലെ നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിക്കവിടെ, കെട്ടനവിടെ എടുത്ത താലി. അവിടെ എടുത്ത താലി കെട്ടാൻ. ഇല്ല, അച്ഛൻ പറയേണ്ട ഞാൻ കേട്ടില്ല. അച്ഛൻ പറഞ്ഞു. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. 500 മോനെ കെട്ടാ നീ. അങ്ങോട്ട് മാറേ, വേണം തുടങ്ങിക്കേ, തുടങ്ങേ. നിർത്തരുന്നല്ലേ പറഞ്ഞത്? നിർത്തിയ കൊല്ലി ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. കൊട്ടടാ, എടാ കെട്ടടാ. കെട്ടാനാ പറഞ്ഞത്. ഇവിടെ കൊണ്ടുവരുന്ന താലി വിടില്ല. നീ വന്നുണ്ടോ? എന്നെ പിടിച്ചിരിക്കുന്ന എങ്ങനെയില്ലെന്ന് ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. നീ എവിടേക്കാ പോകും? ഞാൻ തരില്ല, തരില്ല. ശരിയാ പോണേ. രാമോദ്ര, രാമോദ്ര, കെട്ട്. ഇവന്റെ കാര്യം ഞാനേറ്റ്. ഇനിയുണ്ടോ തീരാൻ വൈരാഗ്യം ഉള്ളില്? നിങ്ങളോടുള്ള എല്ലാ വൈരാഗ്യവും മറന്ന് നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് നിങ്ങളുടെ പെണ്ണിനെ കെട്ടിച്ചു തരാൻ കാണിച്ച ഈ വലിയ മനസ്സുണ്ടല്ലോ, അത് കാണണമെന്നുണ്ടെങ്കിൽ അകത്ത് അല്പമെങ്കിലും നന്മ വേണം, നന്മ. അച്ഛ, ഞാൻ ഈ കാണിച്ചത് ധിക്കാരമോ അവിവേകമോ ആണെങ്കിൽ അച്ഛൻ എന്നോട് പൊറുക്കണം. അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. അച്ഛന്റെ കാല് വീഴ്. അച്ഛന്റെ കാല് വീണ് അനുഗ്രഹം മേടിക്കാൻ. കൊച്ചുമണി വേഗം വന്നേ, വാ. അച്ഛാ, ഞങ്ങൾക്കും കൂടി മാപ്പ് തന്നേക്ക്. മുതലാളി, വീടെത്തി.